റൈറ്റ് ഡൗൺ യുവർ ഇമോഷൻസ് ആൻഡ് ജേർണലിംഗ്. ഈ സബ്ജക്റ്റിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് ഓരോ ദിവസം നമുക്ക് നിരവധി ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരില്ല. ചില ദിവസമൊക്കെ അത് നമ്മളെ വല്ലാതെ മൂഡ് ഓഫ് ആക്കാറുണ്ട്. ചില ദിവസങ്ങളൊക്കെ നമ്മൾ വല്ലാതെ ആ ചിന്തകളിൽ സ്റ്റക്കായി നിൽക്കാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഉള്ളൊരു എളുപ്പ വഴിയാണ് നമുക്ക് എന്തൊക്കെ ചിന്തകളാണോ ആ ദിവസങ്ങളിൽ വരുന്നത് അതെല്ലാം എഴുതി വയ്ക്കുക. ഇതിൻ്റെ ജേർണലിംഗ് എന്ന് പറഞ്ഞൊരു വേറൊരു വശമുണ്ട്. ജേർണലിംഗ് എഴുതുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടൊരു ബുക്കിൽ ജേർണലിംഗ് എഴുതി ആരംഭിക്കാം. നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ എഴുതി വെക്കുന്നത് വളരെ നല്ലതാണ്. എഴുതി വെച്ച് നമുക്കത് കുറച്ച് കഴിഞ്ഞ് ഇന്ന് നമ്മൾ എന്താണോ അനുഭവിച്ചത്, ഇന്ന് എന്തൊക്കെ ഇമോഷനിലൂടെയാണോ കടന്നു പോയത്, ഇന്ന് നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളാണോ വന്നത്, അതെല്ലാം എഴുതി വെക്കുന്നതിലൂടെ പിന്നീട് നമുക്കത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തൊക്കെ തരം അനുഭവങ്ങളാണ് നമ്മുടെ മനസ്സിലൂടെ വന്നത്, എന്തൊക്കെ ചിന്തകളാണ് വന്നത്, നമ്മൾ അതിനെ എങ്ങനെയൊക്കെയാണ് നേരിട്ടത് എന്നെല്ലാം നമുക്ക് അത് വായിക്കുന്നതിലൂടെ മനസ്സിലാവും. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുന്നത് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാവും. ഇത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും നമ്മൾ വല്ലാതൊരു ശാന്തത അനുഭവിക്കാനും ഇതൊരു കാര്യമാണ്. ഇങ്ങനെ നിങ്ങൾ എഴുതി നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ശരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ അനുഭവം മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ദിവസങ്ങളിലും എനിക്ക് തോന്നുന്ന സമയത്തെല്ലാം ഞാനിങ്ങനെ എഴുതി വെക്കാറുണ്ട്. അതല്ലാതെ തന്നെ ഞാൻ ജേർണലിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ചെയ്യുന്നുണ്ട്. അപ്പോൾ ജേർണലിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഇന്ന് ഞാൻ ഈ ക്ലിപ്സിലൊക്കെ കാണിക്കുന്നത് ഇന്ന് ഞാൻ എന്തൊക്കെ ജോലികൾ ചെയ്തു എന്നാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ എഴുതുന്നത് വളരെ പിക്ചേഴ്സൊക്കെ അതിൽ ആഡ് ചെയ്തിട്ട് വളരെ ചിത്രങ്ങളൊക്കെ വരച്ച് നമുക്ക് എന്താണോ തോന്നുന്നത് അതിനെ വളരെ മനോഹരമായിട്ട് ഒരു പേജ് സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജേർണലിംഗ് എങ്ങനെയാണ് എഴുതുക എന്നതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് നടന്ന കുറച്ച് കാര്യങ്ങളുടെ ക്ലിപ്പിങ്സാണ് ചേർക്കുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് ബിസി ആയിട്ടുള്ള ദിവസമായിരുന്നു. ഞാൻ കുറച്ചൊരു എംബ്രോയ്ഡറി സ്റ്റാർട്ട് ചെയ്തു. അതല്ലാതെ ഞാൻ സ്റ്റിച്ച് ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ജേർണലിനെ കുറിച്ചും നമ്മുടെ ഇമോഷൻസ് എഴുതി വെക്കുന്നതിലൂടെയും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഇത് വല്ലാത്തൊരു ശാന്തത തരുന്ന ഒന്നാണ്. ജേർണലിംഗ് എഴുതുക അല്ലെങ്കിൽ നമ്മൾ ഡെയിലി നമ്മുടെ ഈ ഇമോഷൻസൊക്കെ എഴുതി വെക്കുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്നും നമ്മുടെ ഒരു മനസ്സിൻ്റെ ഏകദേശം ഒരു ധാരണ നമുക്ക് പിടികിട്ടും. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് എഴുതി വെച്ച് നോക്കുക. അത് നിങ്ങൾ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാം. അപ്പോൾ ഇന്ന് ഡേ 8 ആണ് എൻ്റെ 100 ഡേ ചാലഞ്ചിൽ. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് റൈറ്റ് ഡൗൺ യുവർ ഇമോഷൻസ് ആൻഡ് ജേർണലിംഗ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇത് നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ഈ ഒരു ജേർണലിങ്ങും ഇതും നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫിൽ ഓരോ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്നും നമുക്ക് മനസ്സിലാവാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് റൈറ്റ് ഡൗൺ ചെയ്ത് വയ്ക്കൂ. എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടെന്നും നമുക്ക് മനസ്സിലാവും.